ഹരി ഓം. ദശകം 17, ശ്ലോകം 7. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംപൃഷ്ടവാനസിതരേണ തഥാദരേണ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ത്വദ് ദർശന പ്രമദ ഭാര തരംഗിതം തം. ത്വദ്ദർശന പ്രമദഭാര തരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നം ഇവ രൂപ രസായനേ തേ. ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണം അപഗമ്യ കപോലദേശേ. തുഷ്ടൂഷമാണമപഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാൻ അസി ദരേണ തഥാ ആദരേണ. തഥാ ആദരേണ. തഥാ ആദരേണ രണ്ട് പ്രശ്ലേഷ ചിഹ്നം കാണാം അവിടെ. അത് ആ എന്നുള്ള ഇതുകൊണ്ടാണ് രണ്ടെണ്ണം വന്നിരിക്കുന്നത്. ആ എന്ന് മാത്രമാണെങ്കിൽ ഒരു പ്രശ്ലേഷ ചിഹ്നേ കാണത്തുള്ളൂ. ഇതിപ്പോൾ ആന്ന് നീട്ടുള്ള ആ ആയതുകൊണ്ടാണ് രണ്ട് പ്രശ്ലേഷ ചിഹ്നം വന്നിരിക്കുന്നത്. തഥാദരേണ സംപൃഷ്ടവാനസി ദരേണ തഥാദരേണ. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംപൃഷ്ടവാനസിതരേണ തഥാദരേണ. ശ്ലോകം 7 അന്വയവും അർത്ഥവും ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ശ്ലോകം 6 ആ ഭഗവാൻ ഗരുഡാധിരൂഢനായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. 5 വയസ്സ് പോലും ആകാത്ത ആ കുട്ടിക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഗരുഡാധിരൂഢനായിട്ട്. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് നോക്കാം. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം. ത്വത് ദർശന പ്രമദഭാരതരംഗിതം. ആ ത്വത് അങ്ങയെ കണ്ടതുകൊണ്ടുണ്ടായ ആ കനത്ത സന്തോഷം ഉള്ളിൽ കിടന്ന് ഓളം വെട്ടുന്നവനും ആര്? ധ്രുവകുമാരൻ. ആ ധ്രുവകുമാരനാണല്ലോ കാണുന്നത് ഭഗവാനെ. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്ഥിതിയാണ് അപ്പോൾ ഉണ്ടായത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അങ്ങയെ കണ്ടതുകൊണ്ടുണ്ടായ അതിഭയങ്കരമായ സന്തോഷം ഉള്ളിൽ കിടന്ന് ഓളം വെട്ടുന്നവനും തേ രൂപരസായനേ ദൃഗ്ഭ്യാം നിമഗ്നം ഇവ. തേ രൂപരസായനേ ആ അങ്ങയുടെ രൂപമാകുന്ന ആ രസായനത്തിൽ അമൃതത്തിൽ കണ്ണുകൾ കൊണ്ട് ആങ്ങി മുങ്ങിയവനോ ആണ്ടു മുങ്ങിയവനോ എന്ന് തോന്നും വണ്ണമുള്ളവനുമായ എന്ന് വെച്ചാൽ ഭഗവാനെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ സ്തബ്ധനായിപ്പോയി. അത്ര കുഞ്ഞു കുട്ടിയല്ലേ, എന്നാലും വിവരം കൊണ്ട് നല്ല വിവരമുള്ള കുട്ടിയുമാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആ ഒരു തപസ് ചെയ്യുന്നതിനിടയിൽ ഭഗവാൻ നേരിട്ട് മുമ്പിൽ വന്ന് കാണുക എന്ന് പറയുമ്പോൾ ആ രൂപലാവണ്യത്തിൽ ആ അമൃതത്തിൽ കണ്ണുകൾ കൊണ്ട് ആണ്ട് മുങ്ങിപ്പോയവനോ എന്ന് തോന്നും വണ്ണം. അപ്പം അവനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ആ കുഞ്ഞൊന്നും പഠിച്ചിട്ടില്ല. പാടെ കുറച്ച് വർത്തമാനങ്ങളോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ള കഴിവല്ലേ ഉള്ളൂ 4 വയസ്സുള്ള കുട്ടിക്ക്. 4 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടി ഇപ്പോൾ 5 മാസം കൂടെ കഴിഞ്ഞു, 5 വയസ്സായി കാണും. അത്രയല്ലേ ഉള്ളൂ. ആരോട് എങ്ങനെ എന്ത് സംസാരിക്കണമെന്നും അറിയാനും പഠിത്തവുമില്ല, എഴുത്തും വായനയും ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളൊരു കുട്ടി തം തുഷ്ടൂഷമാണം അവനെ ആ ധ്രുവകുമാരനെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവനായി ധരിച്ചിട്ട്, അപ്പം അപഗമ്യ അതാണ് പറയുന്നത്. തം തുഷ്ടൂഷമാണം അപഗമ്യ. ആ ധ്രുവകുമാരൻ്റെ അപ്പോഴത്തെ ആ സ്ഥിതി കണ്ടിട്ട് ഭഗവാന് മനസ്സിലായി. അവന് വായിൽ നിന്നൊന്നും വരുന്നില്ല. ഭഗവാനെ സ്തുതിക്കാനായിട്ട് ആഗ്രഹമുള്ളവനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അവൻ സ്തബ്ധനായിപ്പോയി. അവൻ്റെ വായിൽ നിന്ന് വരാത്തത് അവൻ കണ്ട് അതിശയിച്ച ഭഗവാനിൽ ലയിച്ചങ്ങ് നിന്നുപോയി. അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട്
കപോലദേശേ ദരേണ തഥാ ആദരേണ അസി സംസ്പൃഷ്ടവാൻ. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? ഭഗവാൻ കാര്യം മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ കയ്യിലുള്ള ശംഖ് കൊണ്ട് ആ കവിൾത്തടത്തിൽ അത്രയും ആദരവോടെ അവിടുന്ന് ഒന്ന് തടവിയില്ലേ എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഉറങ്ങിക്കിടക്കുക, അല്ലെ ഒരു അതിശയിച്ച് നിൽക്കുക, അങ്ങനെയുള്ളവനെ ചെന്ന് എന്ന് പറഞ്ഞിങ്ങനെ കുലുക്കുകയോ ബഹളം വെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ നില തെറ്റിപ്പോകത്തില്ലേ? അതുകൊണ്ട് ഭഗവാൻ എന്താ ചെയ്തത്? പ്രത്യേകിച്ച് ശ്വാസം പോലും വിടാതെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ മുമ്പിൽ ആ കുട്ടി ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ശരിയായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്താ ചെയ്തത്? കപോലദേശേ കവിൾത്തടത്തിൽ തഥാ ആദരേണ അസി കപോലദേശേ ദരേണ തഥാ ദരേണ എന്ന് പറഞ്ഞാൽ ശംഖ്, ദരേണ തഥാ അത്രയും ആ ശംഖു കൊണ്ട് അത്രയും ആദരേണ അസി ഒന്ന് തടവി, ആദരവോടുകൂടി അസി അവിടുന്ന് ഒന്ന് തടവി സംസ്പൃഷ്ടവാൻ. അപ്പോൾ കവിൾത്തടത്തിൽ പതുക്കെ ഒന്ന് തൊടുവിച്ചു, വളരെ മൃദുവായിട്ടൊന്ന് തൊട്ടു. അവനെ ഒന്ന് ആ ഈ തപസ്സിൽ നിന്ന് ഒന്ന് ഉണർത്തുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു ഭഗവാൻ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഈ വലിയ ഒരു ഓളത്തിപ്പെടുകയോ മുങ്ങിപ്പോടുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് അല്ലെ ഒരു തീപിടുത്തം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിശയോക്കപ്പെടുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാൻ വയ്യാത്ത ഒരവസ്ഥ വരുമല്ലോ. അപ്പോൾ അതാണ് അവിടെ ഈ കുഞ്ഞിന് ഉണ്ടായത്. അതുകൊണ്ടാണ് ആ ഭഗവാൻ അതിൽ നിന്നൊന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് അവനെ ഉറക്കെ വിളിക്കുകയല്ല ചെയ്തത്, ആ ദരം കൊണ്ട് ആ ശംഖു കൊണ്ട് കവിളത്ത് തടവി. അപ്പോഴത്തേക്കും വളരെ സോഫ്റ്റായിട്ട് തടവി. അപ്പോൾ എന്താ പറയുന്നത്? ആ സംസാരിക്കാനുള്ള കഴിവ് സിദ്ധിച്ചു എന്നാണ് പറയുന്നത്. ആ വാഗ്മിത്വം സിദ്ധിച്ചു ആ കുഞ്ഞിന്. ആണ് ത്വദർശന പ്രമദഭാര തരംഗിതം തം. ആ അങ്ങയുടെ ആ ദർശനം കൊണ്ടുണ്ടായ അത്ഭുത ആനന്ദരസം കൊണ്ട് നിറഞ്ഞ ആ മനസ്സോടെ അങ്ങയുടെ ആ രൂപ സൗകുമാര്യത്തിൽ ആ ഭംഗിയിൽ നോക്കി ഇങ്ങനെ നിന്ന് ആ നിമഗ്നമായ ആ കണ്ണുകളോടെ ആ സ്തുതിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിവില്ലാത്തവനായിട്ട് നിൽക്കുന്ന ആ ധ്രുവന് ആ ബോധജ്ഞാനമുണ്ടാകുവാനായിട്ട് അതിയായ വാത്സല്യത്തോടു കൂടിയിട്ട് ആ ശബ്ദബ്രഹ്മാത്മകമായ ആ പാഞ്ചജന്യമെന്ന ശംഖിനാൽ അവൻ്റെ കവിൾത്തടത്തിൽ അവിടുന്ന് മന്ദമായി ഒന്ന് തലോടിയില്ലേ എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. ത്വദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംഭൃഷ്ടവാനസിതരേണ തഥാദരേണ.